നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃത്താലയിൽ ഇടിഞ്ഞു വീണ വിറകുപുരയുടെ ചുമരിനടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. മേഴത്തൂർ കരുവായിൽ സ്വദേശി വളയത്താഴത്ത് വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മേഴത്തൂർ കുന്നത്തുകാവിൽ അമ്മത്തിന്റെ സുകുമാരന്റെ വീട്ടിലെ വിറകുപുരയാണ് തകർന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ നടപടികളാകുന്നു. ഇപോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കയന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്നതിനോടൊപ്പം തേങ്ങ മോഷണവും വർദ്ധിക്കുന്നു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ മുള്ളത്ത് ബിജുവിന്റെ പറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം 200ഓളം തേങ്ങകൾ മോഷണം പോയി. വിശദമായ വാർത്തയിലേക്ക്. തൃത്താലയിൽ ഇടിഞ്ഞു വീണ വിറകുപുരയുടെ ചുമരിനടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. മേഴത്തൂർ കരുവായിൽ സ്വദേശി വളയത്താഴത്ത് വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കാലത്ത് 11 മണിയോടെയായിരുന്നു അപകടം. മേഴത്തൂർ കുന്നത്തുകാവിൽ അമ്മത്തിൽ സുകുമാരന്റെ വീട്ടിലെ വിറകുപുര പൊളിക്കാൻ എത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണനും 3 തൊഴിലാളികളും. ജോലിക്കിടെ വിറകുപുരയുടെ ജനൽ ഊരിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ 6 അടിയോളം ഉയരമുള്ള മൺകട്ട കൊണ്ട് നിർമ്മിച്ച ചുമർ പൊളിഞ്ഞു വീഴുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കമിഴ്ന്നു വീണ ഉണ്ണികൃഷ്ണന്റെ മുകളിലേക്ക് ചുമർ അടർന്നു വീണു. വിവരമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും മറ്റും ചേർന്ന് മൺകട്ടകൾ മാറ്റി ഉണ്ണികൃഷ്ണനെ പുറത്തെടുത്ത ശേഷം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഗുരുവായൂർ നഗരസഭ പട്ടികജാതി വിഭാഗത്തിലെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കുമായി നിർമ്മിച്ച ഫ്ളാറ്റിന്റെ സമർപ്പണം മന്ത്രി OR കേളു ആഗസ്റ്റ് 8-ന് നിർവഹിക്കുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഫ്ളാറ്റുകളുടെ താക്കോൽ സമർപ്പണമാണ്. EMS ഫ്ളാറ്റ് സമുച്ചയം കാവീട് അതിന്റെ മുകളിലായി ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 3 ഫ്ളാറ്റുകളാണ് ഭൂരഹിതരായ ഭവനരഹിതരായ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായി നാളെ സമർപ്പണം നടക്കും. 50 ലക്ഷം രൂപ ചെലവിലാണ് കാവീടുള്ള EMS ഭവന സമുച്ചയത്തിൽ 3 ഫ്ളാറ്റുകൾ പണിതീർത്തത്. ഇതോടെ SC അതിദരിദ്ര വിഭാഗത്തിൽ എല്ലാവർക്കും വീടുകളാണെന്ന് ചെയർമാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയും കുടുംബശ്രീ മിഷനും സംയുക്തമായി പ്രാദേശിക തൊഴിൽ മേളയുടെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ ആഗസ്റ്റ് 9-ന് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10 മണി മുതൽ നടക്കുമെന്നും ആഗസ്റ്റ് 17 ചിങ്ങം 1-ന് നഗരസഭയും ഗുരുവായൂർ, തൈക്കാട്, പൂക്കോട് കൃഷിഭവനുകളും സംയുക്തമായി കർഷകരുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആദരവ് നൽകുവാൻ തീരുമാനിച്ചതായും ചെയർമാൻ അറിയിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 27 കർഷകരെയും ഒപ്പം നഗരസഭയുടെ കാർഷിക മേഖലയിലെ ഇടപെടലുകളെക്കുറിച്ച് നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മികച്ച പത്രമാധ്യമ പ്രവർത്തനത്തിനുള്ള മാധ്യമ പുരസ്കാരവും ഫെസിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നൽകും. എല്ലാ വർഷത്തെ പോലെയും മികച്ച കർഷകരെ ആദരിക്കുകയും കർഷക സമ്മേളനവും എല്ലാം വിപുലമായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭയുടെ കീഴിലുള്ള പൂക്കോട്, തൈക്കാട്, ഗുരുവായൂർ കൃഷിഭവനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ കർഷക ദിനാചരണം നടത്തണമെന്ന നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച കർഷകർക്കുള്ള ആദരവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, പൂക്കോട് കൃഷി ഓഫീസർ P റിജിത്ത്, തൈക്കാട് കൃഷി ഓഫീസർ VC റെജീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ കർഷക മാധ്യമ പുരസ്കാരം ലിജിത്ത് തരകന്. നഗരസഭയുടെ കാർഷിക മേഖലയിലെ ഇടപെടലുകളെക്കുറിച്ച് നൽകിയ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടക്കുന്ന കർഷക ദിനാചരണ ചടങ്ങിൽ NK അക്ബർ MLA പുരസ്കാരം സമ്മാനിക്കും. ആദ്യമായാണ് കാർഷിക മേഖലയിലെ മാധ്യമ പ്രവർത്തനത്തിന് നഗരസഭ പുരസ്കാരം നൽകുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട 27 വ്യക്തികളെയും ആദരിക്കും. സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ സർക്കാർ നടപടികൾ ശക്തമാക്കുന്നു. 2018 മുതൽ 14,000-ലധികം റേഷൻ കടകളിൽ ഇപോസ് മെഷീനുകൾ വഴി വിതരണം മെച്ചപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇപോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കയന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി
ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കും. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറേറ്റിൽ ഇലക്ട്രോണിക് തൂക്കയന്ത്രങ്ങൾ വാങ്ങാൻ ഈ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. തൂക്കയന്ത്രങ്ങളുടെ വിതരണം, ഇൻസ്റ്റലേഷൻ, ഇപോസ് ഇന്റഗ്രേഷൻ, വാറന്റി, AMC എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ റേഷൻ കടകളിലും ഇപോസും ഇലക്ട്രോണിക് തൂക്കയന്ത്രവും ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കും. ബ്ലൂടൂത്ത് അല്ലെങ്കിൽ USB വഴി തൂക്കയന്ത്രത്തിൽ നിന്നും ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഇപോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത്. കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരണവും നിലവിൽ വരും. 2019 തന്നെ തിരുവനന്തപുരം ജില്ലയിലെ 10 റേഷൻ കടകളിൽ നടപ്പിലാക്കിയ പൈലറ്റ് പദ്ധതി വിജയമായിരുന്നു. പൊതുവിതരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയിലും മികവിലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണ്. ഈ പദ്ധതിയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മികച്ച മാതൃകയാകുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഗുരുവായൂരിലെ ലോഡ്ജിൽ ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ യൂണിറ്റ് ഉപയോഗിച്ചുള്ള മാലിന്യ സംസ്കരണം പുനരാരംഭിച്ചു. BJPയുടെ പ്രതിഷേധത്തെ തുടർന്ന് നേരത്തെ മാലിന്യ സംസ്കരണം നിർത്തിവെച്ചിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് വാഹനം പോലീസ് കൊണ്ടുപോയത് വിവാദമായിരുന്നു. നിയമവിധേയമായ പ്രവൃത്തി തടഞ്ഞത് തെറ്റാണെന്നും ഈ വാഹനം ഉപയോഗിച്ചുള്ള ശുചീകരണം തുടരുമെന്നും ചെയർമാൻ M. കൃഷ്ണദാസ് കൗൺസിലിൽ അറിയിച്ചിരുന്നു. തങ്ങളുടെ വാഹനം തടഞ്ഞ പോലീസിന്റെ നടപടിക്കെതിരെ ചാവക്കാട് നഗരസഭ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് ശുചീകരണം പുനരാരംഭിച്ചത്. അക്കിക്കാവ് പഴഞ്ഞി റോഡിൽ കരിക്കാട് കുരിശുപള്ളി സ്റ്റോപ്പിൽ നിർത്തിയിട്ട സ്വകാര്യ ബസിന് പുറകിൽ ബൈക്കിടിച്ച് അപകടം. ബൈക്ക് യാത്രികൻ ആലത്തൂർ സ്വദേശി പാലാട്ടിൽ 25 വയസ്സുള്ള ഷാനവാസിന് പരിക്കേറ്റു. ഇയാളെ ബസ് ജീവനക്കാർ ഉടൻ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം പഴഞ്ഞി പാതയിൽ സർവീസ് നടത്തുന്ന ജോഷിമോൻ ബസിന് പുറകിലാണ് ബൈക്കിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30യോടെയാണ് അപകടം. പഴഞ്ഞി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ദേവസ്വം ശ്രീവത്സമംഗണത്തിലെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് രൂപമാറ്റം വരുത്തും. പുതിയതായി നിർമ്മിച്ച ശില്പത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 2022 പ്രതിമ പുതുക്കി നിർമ്മിച്ചപ്പോൾ ഗുരുവായൂർ കേശവന്റെ രൂപസാദൃശ്യങ്ങൾ ഇല്ലാതായെന്ന പരാതിയെ തുടർന്നാണ് പുതുക്കി നിർമ്മിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. നിലവിലെ പ്രതിമ പൂർണ്ണമായി പൊളിക്കാതെ മാറ്റങ്ങൾ വരുത്തി പുനർനിർമ്മിക്കും. നിർമ്മാണം ഉടൻ ആരംഭിച്ച് നവംബർ 30-ന് ദശമി വിളക്കിന് ഗജരാജൻ കേശവൻ അനുസ്മരണത്തിന് മുൻപായി പൂർത്തിയാക്കും. മലയാളികളുടെ മനസ്സിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഗുരുവായൂർ കേശവൻ ഓർമ്മയായത് 1976 ഡിസംബർ 2-ന് പുലർച്ചെ ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു. പിറ്റേ വർഷം മുതൽ ദശമി ദിവസം രാവിലെ ഗജഘോഷയാത്രയോടെ ഗജരാജൻ കേശവൻ അനുസ്മരണം ആരംഭിച്ചു. 1978 കേശവന്റെ ജീവിത ചരിത്രം ഗുരുവായൂർ കേശവൻ എന്ന പേരിൽ സിനിമയായി. കേശവനെക്കുറിച്ച് കവിതകളും കഥകളും ജീവചരിത്രവുമൊക്കെ എഴുതപ്പെട്ടു. കേശവൻ അന്ത്യശ്വാസം വലിച്ച സ്ഥലത്ത് ഗുരുവായൂർ കേശവന്റെ പ്രതിമ 1982 നവംബർ 23-ന് ഉയർന്നു. MRD ദത്തനായിരുന്നു ശില്പി. 40 വർഷത്തിനു ശേഷമാണ് ഇപ്പോഴുള്ള പ്രതിമ നിർമ്മിച്ചത്. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്നതിനോടൊപ്പം തേങ്ങ മോഷണവും വർദ്ധിക്കുന്നു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ മുള്ളത്ത് ബിജുവിന്റെ പറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം 200ഓളം തേങ്ങയാണ് മോഷണം പോയത്. പറമ്പിൽ വെച്ച് പൊളിച്ചും അല്ലാതെയുമാണ് തേങ്ങ കൊണ്ടുപോയിട്ടുള്ളത്. പറമ്പിലെ ജോലിക്കാരനായ വാവന്നൂർ സ്വദേശി പ്രദീപ് കഴിഞ്ഞ ദിവസം പറമ്പിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. പൊളിച്ചുകൊണ്ടുപോയ തേങ്ങയുടെ ചകിരിക്കൂട് പല സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ്. പറമ്പിന്റെ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത് എന്ന് പ്രദീപ് പറഞ്ഞു. ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലത്ത് ഇവരുടെ തന്നെ ആനയുടെ അഴിച്ചുമാറ്റിവെച്ച ചങ്ങലയും ആനയുടെ പാപ്പാന്മാർ ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാണാതായിട്ടുണ്ട്. സമീപത്തെ കാരക്കാട്ടയിൽ ജാസ്മിൻ റസാഹിന്റെ പറമ്പിൽ നിന്നും കഴിഞ്ഞ മാസം 150ഓളം തേങ്ങ ഇത്തരത്തിൽ മോഷണം പോയിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ വാർഷികാഘോഷവും പൊതുസമ്മേളനവും നടന്നു. കുന്നംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിലെ അലീക്ക നഗറിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് NA ഷിഹാബിന്റെ അധ്യക്ഷതയിൽ കുന്നംകുളം പോലീസ് SHO PG ജയപ്രദീപ് മുഖ്യാതിഥിയായി. സംസ്ഥാന ട്രഷറർ VK നസീർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ മേഖലാംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു.
കുന്നംകുളം നഗരസഭാ അതിർത്തിയിൽ SSLCയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. സംഘടനയുടെ സാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടന്നു. മേഖലാ സെക്രട്ടറി PJ വിജയൻ, സംസ്ഥാന കൗൺസിൽ അംഗം AS ആഷിഖ്, ഉക്കുർകുട്ടി സി ജോൺ, ജില്ലാ നിർവാഹക സമിതി അംഗം TN സുധീഷ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം ഗാനമേളയും അരങ്ങേറി. ഞാങ്ങാട്ടിരി മാട്ടായ അരിഞ്ഞിൽപ്പറമ്പിൽ സുനിൽദാസ് ഭാര്യ സുചിത്ര നിര്യാതയായി 35 വയസ്സായിരുന്നു. CCTV സർവീസ് സെക്ഷൻ ടെക്നീഷ്യൻ AP രാമദാസിന്റെ സഹോദരന്റെ ഭാര്യയാണ്. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് തലയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ആഴ്ചയോളമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവർ. സനൈദാസ്, സജയ്ദാസ് എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. സമൂഹത്തിനു വേണ്ടി കനിവും കാരുണ്യവുമേകുന്നവരെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് രാജ്യത്തെങ്ങുമെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പറഞ്ഞു. ചിറമനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എന്റെ വീട്ടിലെ അന്തേവാസികൾക്കായി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സമാരിറ്റൻസ് 2005 ബാച്ച് സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷിനി നിയാസ് അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, ഫസൽ ഉസ്മാൻ, സുഹൈർ ഇസ്മായിൽ, കനിവ് ട്രസ്റ്റ് ചെയർമാൻ KV അബ്ദുൾ റഹ്മാൻ, വൈസ് ചെയർമാൻ S ജമീല, ട്രഷറർ TA ഉസ്മാൻ, സെക്രട്ടറി KT അബ്ദു, മാനേജർ ബാപ്പുനു V മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സമാരിറ്റൻസ് 2005 കൂട്ടായ്മ ആഗസ്റ്റ് 9-ന് നടത്താനിരിക്കുന്ന ഗ്രാൻഡ് യൂണിയന് മുന്നോടിയായാണ് കനിവിലെ അമ്മമാർക്കൊപ്പം സ്നേഹവിരുന്ന് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 2024-25 പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് 3 ലക്ഷം രൂപ വകയിരുത്തി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി എന്നിവർ പങ്കെടുത്തു. ഇരുവൃക്കകളും മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായി ചികിത്സയിൽ കഴിയുന്ന കടവല്ലൂർ സ്വദേശിനിയായ 28 വയസ്സുള്ള മൂസിനയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ധനസഹായം നൽകി. ആദ്രിയ ലാബ് കടവല്ലൂർ ബ്രാഞ്ചിന്റെ കീഴിൽ ഹെൽത്ത് പാക്കേജ് ചലഞ്ച് നടത്തി സമാഹരിച്ച ഒരു ദിവസത്തെ വരുമാന തുകയാണ് മൂസിന ചികിത്സാ സഹായ സമിതിക്ക് കൈമാറിയത്. സമിതി ചെയർമാനും പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പറുമായ PM നിഷിൽ കുമാർ, 2-ാം വാർഡ് മെമ്പർ നസ്രത്ത് അബ്ദുൽ ഖാദർ, ലാബ് മാനേജ്മെന്റ് അംഗങ്ങളായ UM ഇബ്രാഹിം, ഉണ്ണി മാത്തൂർ, ചികിത്സാ സഹായ സമിതി എക്സിക്യൂട്ടീവ് അംഗം ഷൗക്കത്ത് അലി, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിജു M ഹസൻകുട്ടി, M മുഹമ്മദ് ഹാജി, ജീവനക്കാർ തുടങ്ങിയവർ ചലഞ്ചിന് നേതൃത്വം നൽകി. കടവല്ലൂർ കൊരട്ടിക്കര ബസ് സ്റ്റോപ്പിന് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. 3 ആഴ്ച മുമ്പാണ് പൈപ്പ് പൊട്ടിയത്. കുടിവെള്ളം ഇപ്പോഴും പാഴായിക്കൊണ്ടിരിക്കുകയാണ്. പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെളി കാരണം കയറാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്നും പരാതിയുണ്ട്. നിരവധി തവണ അധികൃതരെയും വാർഡ് മെമ്പറെയും വിവരം അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല. റോഡ് വികസനത്തിനായി ഇവിടെ കൂട്ടിയിരുന്ന മണ്ണ് യന്ത്രം ഉപയോഗിച്ചു മാറ്റുമ്പോഴാണ് പൈപ്പ് പൊട്ടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടപ്പുറം പഞ്ചായത്ത് 10-ാം വാർഡ് പുതിയങ്ങാടി ലേഡീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചും കാന നിർമ്മാണ ഫണ്ട് വകമാറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിക്കെതിരെയും CPIM നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുതിയങ്ങാടി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം ഏരിയ കമ്മിറ്റി അംഗം KV അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA മുഹമ്മദ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM ലത്തീഫ്, MS പ്രകാശൻ, ഉമ്മർ മനാഫ്, TK ഹുസൈൻ, വസന്ത വേണു, ബീന ഭൂപേഷ്, PS റഫീഖ്, KM സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗോപി വെളിച്ചപ്പാട് അനുസ്മരണവും സമാദരണ സദസ്സും 24-ാം വാർഷികവും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ രുക്മിണി റിജൻസിയിൽ നടന്ന ചടങ്ങിൽ പെരുവനം കുട്ടൻ മാരാർ അധ്യക്ഷത വഹിച്ചു. പുരസ്കാര വിതരണം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പ്രഭാകരൻ മണ്ണൂർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിലെ പ്രതിഭകളായ സദനം വാസുദേവൻ, രാമചന്ദ്രൻ പുത്തൻവീട്ടിൽ, കോട്ടയ്ക്കൽ പ്രസാദ്, പരപ്പിൽ വേലായുധൻ, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവർക്ക് പുരസ്കാരം നൽകി.
സുരേന്ദ്രൻ വെളിച്ചപ്പാട്, ശ്രീധരൻ വെളിച്ചപ്പാട്, മോഹൻദാസ് എലവത്തൂർ, കൊച്ചു നാരായണിയമ്മ, കമലാക്ഷിയമ്മ എന്നിവരെ ആദരിച്ചു. ചടങ്ങുകൾക്ക് ശശി വാറനാട്ട്, ഗുരുവായൂർ ജയപ്രകാശ്, ബാലൻ വാറനാട്ട്, ഷൺമുഖൻ തെച്ചിയിൽ, പ്രഭാകരൻ മൂത്തേടത്ത്, മുരളി അകമ്പടി, ദേവിദാസ് എടവന, രാജൻ കോക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കൊന്നിക്കാം, ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ എന്ന സന്ദേശം ഉയർത്തി പാളയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം KCYMന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ക്ലിൻറ്റ് പാണയങ്ങാടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അതുൽ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജോയൽ ജോയ്, റോഷൻ പിയൂസ് എന്നിവർ സംസാരിച്ചു. അജീഷ് ഷാജി, ജോൺ ജോ ജോൺസൺ, ജെയ്സൺ, ആൻടോം ഷാജു, ആൽബിൻ ബാബു, ഹൃദ്യ യേശുദാസ്, മെറീന ജിജു എന്നിവർ നേതൃത്വം നൽകി. CB മരിയ, CV കൃപയ എന്നിവരുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പിന് മുന്നോടിയായി പള്ളിയങ്കണത്തിൽ ഫ്ലാഷ് മോബും നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജുമായി ചേർന്നാണ് രക്തദാന ക്യാമ്പ് നടത്തിയത്. ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി യോഗവും സ്ഥലം മാറിപ്പോകുന്ന SHOക്ക് ആദരവ് നൽകി. ജാഗ്രതാ സമിതി അംഗം അഡ്വക്കേറ്റ് ഭാസ്കരൻ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ R കുമാറിനെ പൊന്നാട അണിയിച്ചു. ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ വെച്ച് ഓഗസ്റ്റ് 31-ന് ഓണാഘോഷം നടത്താൻ യോഗം തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T അരവിന്ദ്, ബീറ്റ് ഓഫീസർമാരായ RG രജിത്ത്, സുരേഷ് കുമാർ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, മോഹൻ മഞ്ചേരി, PU എഡ്വി, സുരേഷ്, സുനിത, ഷക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 48 സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കള്ള ടാക്സികൾക്കും അനധികൃത റെന്റ് കാറുകൾക്കെതിരെയും നടപടി സ്വീകരിക്കുക, സ്പീഡ് ഗവർണർ, GPS സംവിധാനങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോയ് പുത്തൻപീടിക ഫ്ളാഗ് ഓഫ് ചെയ്തു. സോൺ പ്രസിഡന്റ് ബഷീർ വെട്ടിക്കാട്ടിരിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ തൃശൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മറ്റു സോണുകളിലെ ഭാരവാഹികളായ സൂരജ് മുണ്ടൂർ, ഫെബിൻ ഗുരുവായൂർ, സുന്ദരൻ ചേർപ്പ് എന്നിവർ സംസാരിച്ചു. സോൺ സെക്രട്ടറി കമറുദ്ദീൻ നെല്ലുവായി സ്വാഗതവും വൈസ് പ്രസിഡന്റ് മജീദ് ചെലക്കര നന്ദിയും പറഞ്ഞു. പ്രതിഷേധ മാർച്ചിന് രക്ഷാധികാരി സത്യൻ പഴയന്നൂർ, വൈസ് പ്രസിഡന്റ് പ്രസാദൻ പഴയന്നൂർ, ജോയിന്റ് സെക്രട്ടറി സുബി പന്നിത്തടം, ട്രഷറർ അബൂസാലി എരുമപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിത കേരളം മിഷൻ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷനോജ് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീഷ്മ, പ്രധാന അധ്യാപിക KM ശ്രീജാബായ്, KP അനുഗ്രഹ എന്നിവർ സംസാരിച്ചു. കുട്ടികൾ ചങ്ങാതികൾക്കായി കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളും എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസും ചേർന്ന് വനത്തിൽ വിത്തൂട്ട് നടത്തി. വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വനംവകുപ്പ് നടത്തുന്ന ഫുഡ് ആൻഡ് ഫോഡർ പദ്ധതിയുടെ ഭാഗമായാണ് വനത്തിൽ ഫലവൃക്ഷങ്ങളുടെ വിത്തു വിതയ്ക്കുന്നത്. വിത്തുകൾ മണ്ണിൽ പൊതിഞ്ഞ് ബോളാക്കി വനത്തിൽ എറിയുന്നതാണ് പദ്ധതി. സ്കൂളിലെ സഞ്ജീവനി ഇക്കോ ക്ലബിലെ വിദ്യാർത്ഥികളാണ് വിത്തുബോളുകൾ ഉണ്ടാക്കിയത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കോട്ടപ്പുറം, ചരൽപ്പറമ്പ് വനങ്ങളിലാണ് വിത്തുബോൾ എറിഞ്ഞത്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ PV നിതീഷ് വിത്തുബോൾ എറിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കോ ക്ലബ്ബല്ല, അവർ സഹകരണത്തോടുകൂടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തരിശായി കിടക്കുന്ന വനഭൂമിയിലെ ഫലവൃക്ഷങ്ങളുടെ ആവരണം വർദ്ധിപ്പിക്കാനാണ് ഇതിൻ്റെ ഉദ്ദേശം ഉള്ളത്. പക്ഷേ ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വരരുത്. അവർക്ക് ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാണ്ട് ഫലങ്ങൾ കിട്ടുക, അതുപോലെ ഭക്ഷണം കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം. സ്കൂൾ PTA പ്രസിഡന്റ് KR ആശ അധ്യക്ഷയായി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MS ശ്രീജിഷ, റൈജോ ജോയ്, PM കുഞ്ഞുമോൻ, KV ധനേഷ്, സ്കൂൾ MPTA വൈസ് പ്രസിഡന്റ് ടെസി തോംസൺ, സ്റ്റാഫ് പ്രതിനിധി റെന്നി പുലിയന്നൂർ, അധ്യാപകരായ KC രാജലക്ഷ്മി, ജസിൻ വർഗീസ്, ND സിമി എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വിത്തുബോളുകൾ ഉണ്ടാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സമ്മാനങ്ങൾ നൽകി പ്രോത്സാഹിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന AC ഹനീഫയുടെ 10ാം രക്തസാക്ഷിത്വ ദിനത്തിനോടനുബന്ധിച്ച് ചാവക്കാട് AC ഹനീഫ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സദസ്സ് നടത്തി. സമിതി ചെയർമാൻ TH റഹീമിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണം
UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. K. നവാസ്, ആൻഡോ തോമസ്, KS സന്ദീപ്, KV ലാജുദ്ദീൻ, KK ഹിറോഷ്, AC ഉമ്മർ, PV ഇസഹാഖ്, സലാം കൊപ്പര തുടങ്ങിയവർ സംസാരിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഓഡിയോളജി പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി വാഗ സ്വദേശിനി കുന്നത്തുള്ളി ഗൗതം സതീഷിന്റെ ഭാര്യ PJ ഐശ്വര്യയാണ് കേരള സർവകലാശാല പരീക്ഷയിൽ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലാണ് ഐശ്വര്യ പഠനം നടത്തിയിരുന്നത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പന്നിശ്ശേരി പന്തായിൽ വട്ടവളപ്പിൽ ജയവത്സന്റെയും പ്രിയയുടെയും മകളാണ് ഐശ്വര്യ. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപക ദിനം ആചരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദ്യ സന്യാസ പ്രസ്ഥാനമായ ബദനി ആശ്രമത്തിന്റെ സ്ഥാപക പിതാവ് അലക്സിയോസ് മാർ തേവോദോസിയോസ് OICയുടെ ഓർമ്മദിനമാണ് സ്ഥാപക ദിനമായി ആചരിച്ചത്. അദ്ദേഹത്തിന്റെ മഹത്വമാർന്ന സേവനങ്ങളെ അനുസ്മരിക്കുകയും ഛായാചിത്രത്തിന് മുന്നിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി, അധ്യാപകരായ ജെസി വർഗീസ്, വിനി വിൽസൺ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി അനുസ്മരണം നടത്തി. ഹിരോഷിമ നാഗസാക്കി ദിനത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് 80 ദീപങ്ങൾ തെളിയിക്കുകയും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. സമാധാന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവിനെ പറത്തി. വിദ്യാർത്ഥികൾക്കായി പ്രസംഗം, കവിത, ക്വിസ്, പോസ്റ്റർ രചന, സുഡാക്കോ കോക്ക് നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായി. അധ്യാപകരായ ഫെമി വർഗീസ്, സിംന സണ്ണി, ജിൻസി പി ജോസ്, നിസ വർഗീസ്, KTCC എന്നിവർ നേതൃത്വം നൽകി. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ ചങ്ങാതിക്കുരുത്തായി പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബിൽ നിർവഹിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത്, ഹരിത കേരള മിഷൻ എന്നിവർ ചേർന്ന് ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ പദ്ധതി നടപ്പാക്കുന്നു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ബിജി പോൾ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ്, പ്രധാന അധ്യാപികയ്ക്കും ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ വൈഷ്ണവ്, സ്കൂൾ ഹരിത ക്ലബ് ലീഡർ മുഹമ്മദ് നജാദിനും വാർഡ് മെമ്പർ പ്രീതി ബാബു, PTA വൈസ് പ്രസിഡന്റ് രമേശ് ചേമ്പിലിനും വൃക്ഷത്തൈകൾ നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന ഫലവൃക്ഷത്തൈകൾ സുഹൃത്തുക്കൾക്ക് കൈമാറി. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ ഹിരോഷിമ ദിനാചരണം ഫാദർ പ്രവീൺ പോൾ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക PP പ്രിൻസി അധ്യക്ഷത വഹിച്ചു. T പ്രിൻസിപ്പോൾ, MK സീന, റോസ്മേരി സണ്ണി, സിമി ജോസ് പോൾ, ജാസ്മിൻ തോമസ്, ഫ്രാൻസി ജോൺ, റാഫി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. യുദ്ധവിരുദ്ധ പ്രതിജ്ഞ, സഡാക്കോ കൊക്ക് നിർമ്മാണം, പോസ്റ്റർ നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഡീപ്പോൾ സ്കൂളിൽ 2025 വർഷത്തെ ദ്വീപിക ചിൽഡ്രൻസ് ലീഗ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് ചിറക്കമണവാളൻ നിർവഹിച്ചു. സ്കൂൾ ഭാരവാഹികളായ സനൂപ്, അവന്തിക, ഐഷ, ഹെറോൺ, ആദികൃഷ്ണ, റേച്ചൽ എന്നിവർ പങ്കെടുത്തു. ശാഖാ ഡയറക്ടർ റിനി റിജു, ഡെൽഫി നെൽസൺ, ജാക്സി, സിനി ജോഷി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9360 രൂപ, പവന് 74,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃത്താലയിൽ ഇടിഞ്ഞു വീണ വിറകുപുരയുടെ ചുമരിനടിയിൽപ്പെട്ട് തൊഴിലാളി മരിച്ചു. മേഴത്തൂർ കരുവായിൽ സ്വദേശി വളയത്താഴത്ത് വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മേഴത്തൂർ കുന്നത്തുകാവിൽ അമ്മത്തിൽ സുകുമാരന്റെ വീട്ടിലെ വിറകുപുരയാണ് തകർന്നത്. സംസ്ഥാനത്തെ റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ നടപടികളാകുന്നു. ഇപോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കയന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം.
തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്നതിനോടൊപ്പം തേങ്ങ മോഷണവും വർദ്ധിക്കുന്നു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ മുള്ളത്ത് ബിജുവിന്റെ പറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം 200ഓളം തേങ്ങകൾ മോഷണം പോയി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.